മ്യൂച്വൽ ഫണ്ട് ചെയ്യണോ ഷെയർ മാർക്കറ്റ് ചെയ്യണോ? എന്താണ് ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്? നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലാവും. അവരുടെ ഷെയർസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. ബൈയിങ് ഷെയർസ് ഓഫ് സം കമ്പനീസ് ഡിപ്പെൻഡ്സ് ടു ഫണ്ട് മാനേജർ. നമുക്ക് അവിടെ ആ ഒരു റോളൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം. സോ ഞാനിപ്പോൾ കൊല്ലത്താണ്, എനിക്ക് കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകണം. ബെറ്റർ എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റാണ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് ആൻഡ് യു ജസ്റ്റ് നീഡ് ടു ഇൻവെസ്റ്റ് സംവെയർ. സോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം വരുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന കൺഫ്യൂഷൻ മ്യൂച്വൽ ഫണ്ട് ചെയ്യണോ ഷെയർ മാർക്കറ്റ് ചെയ്യണോ? സോ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ ഏതാണോ അത് ഓപ്റ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് എന്താണ് ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ളൊരു ബേസിക് ഡിഫറൻസ് എന്താണ് എന്ന് പറഞ്ഞു തരാം. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു സിമ്പിൾ ഐഡിയ എന്താണ്, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലാവും. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റോക്ക് മാർക്കറ്റ്. കമ്പനീസിന് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അഥവാ ഫണ്ട് റേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പം അവരുടെ ഷെയർസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. ഇങ്ങനെ ഇഷ്യൂ ചെയ്ത ഷെയർസ് ആസ് ആൻ ഇൻവെസ്റ്റർ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ സാധിക്കും. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് മീൻ ചെയ്യുന്നത് ബൈയിങ് ഷെയർസ് ഓഫ് സം കമ്പനീസ്. ഇതാണ് ഒരു ബേസിക് ഐഡിയ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തു അഥവാ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് മീൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അഥവാ ഷെയർസ് വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ ആ ഒരു കമ്പനിയുടെ പാർട്ട് ഓണറായാണ് മാറുന്നത്. ഫ്യൂച്ചറിൽ ഈ കമ്പനിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസിൻ്റെ വാല്യൂവും കൂടും. സോ ഇങ്ങനെ ഷെയർസിൻ്റെ വാല്യൂ കൂടുന്നതോടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കൂടും. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ തന്നെ അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നമ്മളിവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്ക്കും അതിനോടൊപ്പം വലുതായിരിക്കും. അപ്പോൾ സിംപ്ലി നമുക്കല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് പോയി ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റേതായ ടൈം വേണം, സ്കില്ല് വേണം, നോളജ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച് അനലൈസ് ചെയ്യണം, മാർക്കറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കണം, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ബെറ്റർ സ്റ്റോക്സ് ഏതാണെന്ന് മനസ്സിലാക്കണം. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റേതായ ടൈം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റോക്കിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾക്കായിരിക്കും. ഏത് സ്റ്റോക്ക് വാങ്ങിക്കണം, ഏത് സ്റ്റോക്ക് വിൽക്കണം, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ടു യു. സോ നമ്മളിനി മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ്. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മോർ ദാൻ വൺ സ്റ്റോക്കിലേക്കാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ഡയറക്റ്റ്ലി ആയിരിക്കത്തില്ല ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് മാനേജ്ഡ് ബൈ ഫണ്ട് മാനേജേഴ്സ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ ഒരു ഫണ്ട് മാനേജേഴ്സിന് അതിൻ്റേതായ എക്സ്പീരിയൻസ് കാണും, നോളജ് കാണും, ഏതാണ് ബെറ്റർ സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ല് കാണും. സോ ഇങ്ങനെ ഒരാളുടെ കയ്യിൽ, ഒരു ഫണ്ട് മാനേജറിൻ്റെ കയ്യിൽ നമ്മളുടെ പൈസ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ടിലുള്ളത്. ഇങ്ങനെ ഈ ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്മീഷൻ അവർ ചാർജ് ചെയ്യും. സോ ഈ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസിനാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേണിൽ നിന്ന് ഈ എക്സ്പെൻസ് റേഷ്യോ കുറച്ചിട്ടുള്ളതായിരിക്കും നമുക്ക് പ്രോഫിറ്റായിട്ട് ഇവർ നമുക്ക് തിരിച്ചു തരുന്നത്. സോ ഇവിടെ നമുക്ക് ടൈം വേണ്ട, സ്കില്ല് വേണ്ട, സ്റ്റോക്ക് എന്താണെന്ന് പഠിക്കേണ്ട കാര്യമില്ല, ഒന്നും വേണ്ട. നമ്മൾ നമ്മുടെ പൈസ കൊടുക്കുക, എന്താണോ നമുക്ക് വേണ്ടത് പ്രോഫിറ്റ്, അത് നമുക്ക് ഫണ്ട് മാനേജേഴ്സ് ആ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് ആ ഒരു റിട്ടേൺ നമുക്ക് തരും. സോ ഇതാണ് ബേസിക് ഒരു മ്യൂച്വൽ ഫണ്ട് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു ഡിഫറൻസ്. സിംപ്ലി ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം. സോ ഞാനിപ്പോൾ കൊല്ലത്താണ്, എനിക്ക് കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകണം. അപ്പോൾ എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം വെഹിക്കിളിൽ പോകാം, കാറോ സ്കൂട്ടറോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ എനിക്ക് ബസ്സോ ട്രെയിനോ. സോ എൻ്റെ സ്വന്തം വെഹിക്കിളിൽ പോകണമെങ്കിൽ എനിക്ക് ലൈസൻസ് വേണം, എനിക്ക് ഡ്രൈവിംഗ് അറിയണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്.
ട്രെയിനോ ബസ്സോ ആണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട, ടിക്കറ്റ് എടുക്കുക, പോവുക. സോ ഈ 2 ഓപ്ഷൻ ആണെങ്കിലും ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തും. പക്ഷേ ഡിഫറൻസ് എന്താണ്? ആദ്യത്തെ ഓപ്ഷനിൽ എനിക്ക് ഡ്രൈവിംഗ് എന്നുള്ള കാര്യം അറിയണം, ലൈസൻസ് വേണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എനിക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷനിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, പൈസ കൊടുക്കുക, ഞാൻ വെറുതെ കയറി നിന്നിരുന്നാൽ മതി, എനിക്ക് എവിടെയാണോ എൻ്റെ ടാർഗറ്റ് പോയിന്റ് അവിടെ ഞാൻ എത്തിയിരിക്കും. സോ ഇതാണൊരു സിമ്പിൾ ഐഡിയ എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള സ്കിൽസ്, ടൈം, നോളജ്, എവറിത്തിങ് ഷുഡ് ബി ദയർ. സോ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ മാത്രം മതി, ബാക്കി എല്ലാം ഇറ്റ് വിൽ ബി മാനേജ്ഡ് ബൈ ദ ഫണ്ട് മാനേജർ. സോ നിങ്ങളൊരു റിട്ടേൺ ഒരുപാട് കൊണ്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ബെറ്റർ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു ഡീപ്പ് നോളജ് വേണം, എങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ല എങ്കിൽ അത് ശരിക്കും ഒരു നഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഇതിലേക്കുള്ളൊരു ഡീപ്പ് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് വേറൊരു വീഡിയോയിലേക്ക് നമുക്ക് ചെയ്യാം. സോ ഇതാണ് ഒരു ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്നുള്ളൊരു സിമ്പിൾ ആൻഡ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ഫോർ യു all. If you like this video, please do share and subscribe our channel. Thank you.